പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷത്തിന്റെ മേഘങ്ങൾ കട്ടിയാക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പല ഘട്ടങ്ങളിലായി ഉയർന്നു വന്ന സംഘർഷം ഇപ്പോൾ കൂടുതൽ ഗുരുതരമാകുമോ എന്ന ആശങ്കയാണ് ലോകരാജ്യങ്ങൾ പങ്കുവെക്കുന്നത്. വീണ്ടും ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ പോകുകയാണോ? പുതിയ സൈനിക നീക്കങ്ങൾക്ക് പിന്നിൽ എന്താണ് സംഭവിക്കുന്നത്? അമേരിക്ക എന്തുകൊണ്ടാണ് വീണ്ടും അതിശക്തമായ യുദ്ധം വിമാനങ്ങളുമായി ആകാശത്ത് നിലയുറപ്പിച്ചത്? ഈ സംഭവങ്ങൾ ലോകത്താകെ എങ്ങനെ ബാധിക്കും? ഇതാണിപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ ചോദ്യം. ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ, സൈനിക നീക്കങ്ങൾ, മുന്നറിയിപ്പുകൾ, വ്യോമാക്രമണങ്ങൾ എന്നിങ്ങനെ സാധാരണ ജനങ്ങളുടെ ഭയം വർദ്ധിപ്പിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അമേരിക്ക വീണ്ടും വലിയ സൈനിക നടപടി ആരംഭിച്ചിരിക്കുന്നത്. ഇത് വിശദമായി നോക്കാം. ഞാൻ ദേവിക ഷാജി. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു വാണിജ്യ കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തിന് പിന്നാലെ ആണ് അമേരിക്ക ശക്തമായ വ്യോമാക്രമണങ്ങൾ നടത്തിയത്. ഈ നടപടിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് അനുമതി നൽകിയതായും US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് ഈ ആഴ്ചയിൽ അമേരിക്ക നടത്തിയ മൂന്നാമത്തെ വലിയ വ്യോമസൈനിക നടപടിയായെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സംഭവ വികാസങ്ങൾ അതിവേഗം മാറുന്നതിനാൽ ലോകരാജ്യങ്ങളും സുരക്ഷാ വിദഗ്ധരും സ്ഥിതിഗതികൾ വളരെ ശ്രദ്ധയോടെയാണ് നിരീക്ഷിക്കുന്നത്. ഇതിനിടെ അമേരിക്കൻ വ്യോമസേനയുടെ പുതിയ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മധ്യപൂർവേഷ്യൻ ആകാശത്ത് പെട്രോളിംഗ് നടത്തുന്ന F-16 യുദ്ധവിമാനങ്ങളും അവയ്ക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നൽകുന്ന KC-135 സ്ട്രക്ടോ ടാങ്കർ വിമാനങ്ങളുമാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. മണിക്കൂറുകളോളം ആകാശത്ത് തുടരാൻ കഴിയുന്ന തരത്തിലാണ് ഈ ദൗത്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. യുദ്ധവിമാനങ്ങൾക്ക് ദൂരപരിധി വർദ്ധിപ്പിക്കാനാണ് KC-135 ടാങ്കർ വിമാനങ്ങൾ ഉപയോഗിക്കുന്നത്. സാധാരണയായി ഇന്ധനം തീർന്നാൽ വിമാനങ്ങൾ താവളത്തിലേക്ക് മടങ്ങേണ്ടി വരും. എന്നാൽ ഇത്തരം ടാങ്കർ വിമാനങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നൽകുന്നതിനാൽ ദൗത്യം കൂടുതൽ സമയം തുടരാൻ സാധിക്കും. വലിയ പ്രദേശങ്ങളിൽ നിരീക്ഷിക്കാനും അടിയന്തര സാഹചര്യത്തിൽ വേഗത്തിൽ പ്രതികരിക്കാനും ഇത് സഹായിക്കുന്നു. പുറത്തുവന്ന ചിത്രങ്ങളിൽ F-16 യുദ്ധവിമാനങ്ങളുടെ ചിറകുകളിൽ വിവിധ ഉപകരണങ്ങളും മിസൈലുകളും ഘടിപ്പിച്ചിരിക്കുന്നത് കാണാം. വിമാനത്തിന്റെയും പൈലറ്റിന്റെയും സുരക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ സൈനിക ദൗത്യങ്ങൾ നിർവഹിക്കാനും ആണ് ഇവ ഉപയോഗിക്കുന്നത്. ഇവയിൽ ചിലത് ശത്രു വിമാനങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന പ്രതിരോധ മിസൈലുകളാണ്. മറ്റു ചില ഉപകരണങ്ങൾ നിലത്തുള്ള ലക്ഷണങ്ങളിൽ നിന്ന് കൃത്യത തിരിച്ചറിയാൻ സഹായിക്കുന്ന സെൻസറുകളാണ്. നിരീക്ഷണ സംവിധാനങ്ങളുമാണിത്. പ്രതികൂല കാലാവസ്ഥയിലും രാത്രിയിലും പ്രവർത്തിക്കാൻ സഹായിക്കുന്ന പ്രത്യേക സാങ്കേതിക സംവിധാനങ്ങളും ഈ വിമാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിമാനത്തിന്റെ അടിഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന ലേസർ ഗൈഡൻസ് സംവിധാനങ്ങൾ ലക്ഷ്യങ്ങൾ വ്യക്തമായി കണ്ടെത്താൻ സഹായിക്കുന്നു. ദൗത്യത്തിനിടെ ലഭിക്കുന്ന വിവരങ്ങൾ കൂടുതൽ കൃത്യമായി വിലയിരുത്താനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും ഇവ ഉപയോഗിക്കുന്നു. ചിറകുകൾക്ക് താഴെയായി അധിക ഇന്ധന ടാങ്കറുകൾ ഘടിപ്പിച്ചിരിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇതിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കാനും ദീർഘസമയം ആകാശത്ത് തുടരാനും സാധിക്കും. ദൗത്യത്തിന്റെ ആവശ്യകത അനുസരിച്ച് ഈ ടാങ്കറുകൾ ഉപയോഗിക്കുന്നു. അമേരിക്കൻ സൈന്യം ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ശക്തമായ സാന്നിധ്യം നിലയുറപ്പിച്ചിരിക്കുകയാണ്. വ്യോമസേനയ്ക്ക് പുറമെ നാവികസേനയും വിവിധ സൈനിക താവളങ്ങളും കൂടുതൽ ജാഗ്രതയിലാണ്. മേഖലയിലെ സുരക്ഷാ സാഹചര്യം ഓരോ മണിക്കൂറിലും മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് വിലയിരുത്തൽ. ഇതിന് മറുപടിയായി ഇറാനും സ്വന്തം സൈനിക സന്നാഹങ്ങൾ ശക്തമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. വിവിധ മേഖലകളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചതായും സൈനിക നിരീക്ഷണം ശക്തമാക്കിയതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതോടെ ഇരു രാജ്യങ്ങളും പരസ്പരം കൂടുതൽ ജാഗ്രതയോടെ നീങ്ങുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന സാധാരണ ജനങ്ങളാണ്. പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളിലും ലക്ഷക്കണക്കിന് ആളുകൾ ഈ സംഘർഷത്തിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടുകയാണ്. യുദ്ധഭീതി, സാമ്പത്തിക അനിശ്ചിതത്വം, എണ്ണവിലയിലെ മാറ്റങ്ങൾ, കടൽ ഗതാഗതത്തിലെ തടസ്സങ്ങൾ എന്നിവ ലോകത്തിന്റെ പല ഭാഗങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഹോർമൂസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽപാതകളിൽ ഒന്നാണ്. ദിവസേന വൻതോതിൽ എണ്ണയും വാണിജ്യ ചരക്കുകളും ഈ പാതയിലൂടെ കടന്നു പോകുന്നു. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ടായാലും അതിന്റെ പ്രതിഫലനം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ലോകരാജ്യങ്ങൾ ഈ മേഖലയിലെ ഓരോ സംഭവവും അതീവ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നത്. അതേസമയം സംഘർഷം കൂടുതൽ വഷളാകാതെ ഇരിക്കാൻ നയതന്ത്ര ചർച്ചകൾക്കും പല രാജ്യങ്ങളും ശ്രമം തുടരുകയാണ്. യുദ്ധത്തിന് പകരം സമാധാനപരമായ പരിഹാരമാണ് ആവശ്യമെന്ന് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. അടുത്ത ദിവസങ്ങളിൽ അമേരിക്ക കൂടുതൽ സൈനിക നടപടി സ്വീകരിക്കുമോ? ഇറാന്റെ പ്രതികരണം എന്തായിരിക്കും? പശ്ചിമേഷ്യയിലെ സംഘർഷം നിയന്ത്രണ വിധേയമാക്കുമോ അതോ പുതിയ വഴിത്തിരിവിലേക്ക് പോകുമോ എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇപ്പോൾ ലോകം കാത്തിരിക്കുന്നത്.